ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. വെറൈറ്റി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഈ 2 മുട്ടുസൂചി വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു പരീക്ഷണം ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ ഈ ഒരു ബട്ടർഫ്ലൈ എങ്ങനെയുണ്ടോ നോക്കൂ. ഈ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കിയാലോ. എന്നാൽ പോവാം വീഡിയോയിലേക്ക്. ആവശ്യമുള്ള സാധനങ്ങൾ നോർമൽ സൂചി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ത്രെഡും, പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ ഒരു മുട്ടുസൂചിയാണ് കേട്ടോ. നമ്മൾ ഷോളിലും സ്കാഫിലൊക്കെ യൂസ് ചെയ്യണം അതേ സെയിം മുട്ടുസൂചി തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ ഒരു മുട്ടുസൂചി വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഒരു ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ മുന്നേ. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ആദ്യം തന്നെ ഈ സൂചി ഇങ്ങനെ ഒരൊറ്റ ഇതിലായിട്ട് ഇങ്ങനെ കുത്തി ഇറക്കുക കേട്ടോ. ഒരു സൂചി ഇട്ടതിൻ്റെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് അടുത്ത സൂചി ഇതേപോലെ വെക്കേണ്ടത്. ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അത് നമ്മൾ ഏത് മുട്ടു സൂചി യൂസ് ചെയ്യാവുന്നതാണ്. സൂചി കുത്തി വെക്കുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളിത് പോലെ സൂചി കുത്തി ഇറക്കിയതിന് ശേഷം വെച്ചതിന് ശേഷം നമ്മൾ നോർമൽ സൂചി താഴത്തുനിന്ന് ഇതുപോലെ നമ്മൾ ഈ 2 ഗ്യാപ്പ് ഉണ്ടല്ലോ, 2 സൂചി ഇട്ടതിൻ്റെ ഗ്യാപ്പിലൂടെ നടുവിലായിട്ട് താഴെന്ന് കുത്തി വലിച്ചെടുക്കുക കേട്ടോ നൂല്. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഒരു മുട്ടുസൂചിയിലേക്ക് ചുറ്റി കൊടുക്കുക. നമ്മൾ ഏത് മുട്ടുസൂചിയിലേക്ക് വേണമെങ്കിലും ഫസ്റ്റ് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇന്നതിലേക്ക് തന്നെ ചുറ്റണം എന്നില്ല കേട്ടോ. നമ്മൾ ആദ്യം മറ്റിലേക്കാണ് ചുറ്റുന്നതെങ്കിൽ അടുത്തത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുത്തുക. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഒരു സൂചി, അടുത്തത് മറ്റേ സൂചി, ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എത്ര ചുറ്റണം എന്നുള്ളതിനൊരു കണക്കൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ഏകദേശം ഒരു 3-4 ചുറ്റൊക്കെ ചുറ്റിയാൽ മതി. ഓവറായി കഴിഞ്ഞാൽ നമുക്കത് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ ചുറ്റുന്നതിനനുസരിച്ച് നമ്മളത് താഴത്തോട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്ത് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ഞാനും ഒരു 3-4 ചുറ്റാണ് കേട്ടോ ചുറ്റിയിട്ടുള്ളത്. ഒരു ഏകദേശം ഒരു 4-5 ചുറ്റിക്കൊള്ളൂ കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു കറക്റ്റ്നെസ് കിട്ടുള്ളൂ. ഇങ്ങനെ ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കി വരുന്ന ഈ ഒരു ഒന്നെങ്കിൽ താഴത്ത് കുത്തി ഇറക്കുക കേട്ടോ, ഇല്ലെങ്കിൽ മുകളിൽ തന്നെ കുത്തി ഇറക്കുക. 2 രീതിയിലാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. 2 രീതിയിലും ഞാൻ കാണിക്കാം കേട്ടോ. ഇതുപോലെ താഴത്തോട്ട് ഇങ്ങനെ കുത്തി ഇറക്കിയതിന് ശേഷം ഈ ഒരു ഇത് കുറച്ച് മുകളിലേക്ക് വലിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ മുകളിലത്തെ സൈഡിൽ താഴ്ന്ന് വീണ്ടും സൂചി ഇങ്ങനെ കുത്തി മുകളിലേക്ക് വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും താഴത്തിട്ട് നമ്മൾ എവിടെയാണോ കുത്തി ഇറക്കിയത് അവിടേക്ക് വീണ്ടും ഇതുപോലെ മറ്റേത് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കി കൊടുക്കുക കേട്ടോ. ശരിക്കും ഒന്നും കൂടി മുകളിൽ കുത്തി ഇറക്കുന്നതാവും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടാവുക. 2 രീതിയിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് അതുപോലെ കുറച്ചുകൂടി ഒരു വൃത്തിയായിട്ട് തോന്നുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരൊറ്റ നമ്മളിങ്ങനെ 2 ഇതും ചുറ്റി കൊടുക്കും. അങ്ങനെ 2 തവണ ഞാൻ ഇതേപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും 3ാമതും കൂടെ ഞാൻ ഇതുപോലെ താഴ്ന്ന് കുത്തി വലിച്ചെടുത്തിട്ട് ഇത് ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അന്ന് നല്ല ടൈറ്റായിട്ട് നിന്നാൽ നമുക്കൊന്നും കൂടെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ 2 ചിറകുകളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ടിലൊരു നല്ലൊരു ബട്ടർഫ്ലൈ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആ ഒരു എൻഡ് പോർഷനിലേക്ക് ഇതുപോലെ 2 ഒരു സ്മാൾ ചിറക് കൂടെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ഫിനിഷിങ് ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ അതൊരൊറ്റ സിംഗിൾ ലെയറായിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് വലിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് പതുക്കെ നമ്മുടെ ഈ മുട്ട സൂചി എല്ലാം ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഇതേ ഒരു പ്രോസസ്സാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു മോഡൽ നമുക്ക് എല്ലാ ഡ്രസ്സിലും കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വർക്കാണ്. കാരണം നമുക്ക് ബട്ടർഫ്ലൈ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി മോഡലാണ്. ഇത് നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ പല കളറിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് സ്പ്രെഡ് ചെയ്തൊക്കെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ.
അപ്പോൾ ഇതേ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ അത് അറിയിക്കാനും മറക്കരുതേ. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാമേ. ഇതുപോലുള്ള വെറൈറ്റി വർക്കുകളൊക്കെ നമ്മൾ ഡ്രസ്സിൽ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.